നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പൊന്നു മക്കളെ, എന്താ പറയേണ്ടതെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അതായത് നീ നന്നാകണം, ഓൻ നന്നാകണം, ഇവൻ നന്നാകണം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും ക്ലാസ് എടുക്കുന്ന ദമ്പതികൾ തന്നെയെന്ന് പറഞ്ഞ് ഇന്നലെ തമ്മിലടിച്ചു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഇവർ ക്ലാസ് കൊടുത്ത അവന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. വേറെ ആരുമല്ല, സുലൈമാൻ എന്ന് പറയുന്ന ജോസഫ്, പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യ എന്ന് പറയുന്ന മറ്റേ മരീനിയ, അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ എന്തോ ഉണ്ട്. അതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് കുറച്ച് ഉപദേശവും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സുവിശേഷ പ്രവർത്തനവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ചില്ലറക്ക് വേണ്ടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിനെ പിടിക്കലാണ്. അത് വേറൊരു മതത്തുനിന്ന് വന്നിട്ടാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. കാരണം എന്താ, ആ മതത്തിനെ രണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആൾക്കാരെല്ലാം കൂടിയിട്ട് പൊക്കി നടക്കും. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്വന്തം മതത്തിൽ ഒരു ബലിയില്ലാത്തവനാണ് അന്യമതത്തിൽ വന്നിട്ട് അവിടെ സുവിശേഷവും പൊക്കി പിടിച്ച് നടക്കുന്നത്. ഏതായാലും ഈ മാരിയോയും അതുപോലെ മാരിയോയും ജോസഫും ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ മാതൃകാ ദമ്പതികളാണ്, മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്നെല്ലാം ഇവരുടെ സ്നേഹം കണ്ടിട്ട് പലർക്കും തന്നെ അസൂയ തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഭാര്യയെ കെയർ ചെയ്യുന്ന സുലൈമാൻ ഇന്നലെ വന്നിട്ട് ഭാര്യ എൻ്റെ തലയടിച്ച് പൊട്ടിച്ചു എന്ന സംഭവം എന്നറിയാം. കുടുംബ പ്രശ്നം പോലും. അതായത് മറ്റു കുടുംബങ്ങളിൽ പ്രശ്നം തീർക്കാൻ പോകുന്ന സുലൈമാൻ സ്വന്തം കുടുംബത്തിലെ സുലൈമാൻ കേട്ടാ, സുലൈമാനായാലും മാറി ഇപ്പം ജോസഫാന്ന്. ഈ ജോസഫിന് സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല എന്ന് ഈ വാർത്ത ഇന്നലെ കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയായിരുന്നു. കാരണം അതായത് മിക്ക ഈ പിന്നെ പരിപാടികളും ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് കണ്ടില്ലേ, ഒരുത്തം ഭയങ്കരമായിട്ട് ഉപദേശം കൊടുക്കുന്നതാന്ന്. അവൻ നോക്കുമ്പോഴേക്ക് ഈ കേസിൽ അറസ്റ്റിലായി. ഏത് കേസിൽ? ആ കേസിൽ തന്നെ. അതേപോലെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. എന്തെങ്കിലും ഇങ്ങനെ ഉപദേശിക്കാനും മറ്റവനൊക്കെ വരുന്നത് നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇവനൊക്കെ ഭയങ്കര ഡീസൻ്റാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുമോ എൻ്റെ പൊന്നോ മക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ വലയിലൊന്നും പോയി ചാടരുത് ഒരു കാരണവശാലും. അതായത് ഇവനൊന്നും എന്ന് പറഞ്ഞാൽ നാട് നന്നാക്കാനോ വീട് നന്നാക്കാനോ ഒന്നുമല്ല. എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചില്ലറ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, നീ എന്താടാ അങ്ങനെ പറയുന്നത്, എത്ര വീടെടുത്ത് കൊടുത്തടാ, എത്ര പാവങ്ങളെ സഹായിച്ചടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഇപ്പോഴും നമ്മളെ ചാടിക്കടിക്കാൻ വരും. കാരണം വെച്ചാൽ 10 വീടെടുത്ത് കൊടുത്തിട്ട് 50 വീടിൻ്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, ഒന്നും നമുക്കറിയില്ലല്ലോ. അതുപോലെ തന്നെ ഇവർ അവിടെ വീട് കൊടുത്തു ഇവിടെ വീട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ ഇവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ഞങ്ങളെ വിചാരം? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഫണ്ട് വന്നിട്ടായിരിക്കൂലേ, അല്ലാതെ വെറുതെ ആരെങ്കിലും പോയിട്ട് വീടെടുത്ത് കൊടുക്കോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ഈ ടീമിനെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്പകഷ്ണം ഇട്ട് കൊടുത്തിട്ട് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇവരുടെ പള്ള വീർപ്പിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അത് തന്നെയാണ്. ഇവിടെ ആരൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും അവനൊക്കെ മറ്റുള്ളവൻ്റെ പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ അവൻ്റെ പോക്കറ്റും കൂടി പിന്നെ ഫിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവൻ്റെ പോക്കറ്റ് നിറഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് വല്ലതും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. കാരണം ചാരിറ്റി ചെയ്യുന്നവൻ എങ്ങനെയാണ് ചെയ്യാമെന്നറിയാം, അവൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ടാണ് ചെയ്യുക. അല്ലാതെ നാട്ടുകാരുടെ പിരിവെടുത്ത് ചെയ്യുന്നവന്മാരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് അടിച്ചു മാറ്റുക എന്ന് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ടീമുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഈ പാവങ്ങളുടെ സഹായികളുടെ പേരും പറഞ്ഞിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ തല്ലുംപിടി കൂടുന്ന, പിന്നെ മാതൃകാ ദമ്പതിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നടക്കുമായിരുന്നു. പക്ഷേ പുറത്ത് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. അതുപോലെ തന്നെയാണ് ഈ ജോസഫിൻ്റെ കാര്യത്തിൽ നടന്നത്. ജോസഫും അതുപോലെ ഈ സ്ത്രീയും തമ്മിൽ കുറേ നാളായി പിരിഞ്ഞ് താമസിക്കുക എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോഴേ അടുത്ത് കിട്ടിയപ്പോഴാണ് അടി കൊടുത്ത് തലയും പൊട്ടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ 2 പിള്ളേരങ്ങാറ്റുണ്ട്. എന്നാൽ പിന്നെ ഇവർ അത്ര മാതൃകാ ദമ്പതികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമോ, അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, എല്ലാവരും വേണ്ടതെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ കൂടെ പൈസയാണ്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് തന്നെ. നല്ല ഫണ്ടും കാര്യങ്ങളും പൈസയും ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 10 വീട് വെച്ച് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ 10 നന്മ പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടോ തെറ്റല്ലാതെ ആകുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുത്തെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കെല്ലാം നല്ലോണം ഭക്ഷണം കൊടുക്കുന്നത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് തലക്കിട്ട് ഓരോ അടിയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അന്നേരം ഈ നാട്ടുകാർ പറയില്ലേ, ഓൻ ഭക്ഷണം കൊടുത്തിട്ടല്ലോടോ തല്ലുന്ന്, നീ എന്തോ വകയാ തല്ലുന്നെന്ന് ചോദിക്കും. അങ്ങനെയല്ലേ? അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ പ്രോഗ്രാമോ പരിപാടികളോ ഒന്നും കാണാതിരിക്കുക. ഇവർക്ക് ന്യായീകരണവും സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വരാതിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിവാസ പരിപാടി നടത്താൻ അനുമതി കൊടുക്കാൻ കഴിയുമോ? അതായത് ഒരു സ്ത്രീയുടെ തല അടിച്ചു പൊട്ടിച്ചതിന് ശേഷം അയ്യോ ഇതെൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അയ്യോ ഇവൻ ഒരുപാടാക്ക് ഇത് കൊടുക്കുന്നതാണ്,
ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? പിന്നെ വേറൊരു കാര്യവും പറയും, എനിക്ക് ഫിലോകാലിയ എന്ന് പറയുന്ന ടീമിനെയോ അല്ലെങ്കിൽ ഈ ചങ്ങാതിനെയോ ഒന്നും വലിയ ഇഷ്ടമൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം എന്നും നമുക്കറിയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവനെയൊക്കെ പൊക്കി നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കഴിവുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പിന്നെ ഇതുപോലെ പറഞ്ഞ് വശത്താക്കാനും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദമ്പതികൾക്കും ഭയങ്കരമായി ഉപദേശം കൊടുക്കുന്ന ഉപദേശി എന്ന നിലയിലും അതുപോലെ തന്നെ ഈ എന്തൊക്കെയോ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മറവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വീടും കൊടുക്കും. അതാണ് ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ, വേറെ ഒന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് ഇവന് ഇങ്ങനെയൊന്നും നമുക്ക് അനുമതി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവനെ ന്യായീകരിക്കുന്നവനോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇവന് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. അതായത് ആ സ്ത്രീയോട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജയിലിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇവനെ അങ്ങ് പുണ്യാളനൊന്നും ആക്കാൻ കഴിയില്ല. കാരണം പിന്നെ ചിലപ്പോൾ കൊല്ലണം എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കും അടിച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ടത്, എന്തോ സാധനം എടുത്തിട്ട് തലക്കടിക്കൂലല്ലോ അങ്ങനെ. അതുമാത്രമല്ല, ഇത്രയും നാളായിട്ട് ഇവരുടെ ഈ കാര്യങ്ങളൊന്നും ഒരാളും അറിഞ്ഞിട്ടില്ല. കുറേ നാളുകളായിട്ട് ഇവരുടെ വീട്ടിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോയിട്ട് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിച്ചിട്ട് ഇവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ടീമുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷിക്കണം. എത്ര പേരുടെ ജീവിതം ചിലപ്പോൾ വഴിതെറ്റിച്ച് വിട്ടിട്ടുണ്ടാവും ഇവന്മാർ. അപ്പോൾ ഇവരെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നവരെങ്ങനെയായിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെയൊക്കെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിദേശ സഹായവും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു സംഭവമാണ് ഈ മറ്റേ എന്നാണ് ഇങ്ങനെയുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്. അതായത് വീടെടുത്ത് കൊടുക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവരോട് പറയും, അതായത് ഈ വിദേശങ്ങളിലേക്ക് അയച്ചു കൊടുക്കും ഈ സാധനമെല്ലാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തത്തിലല്ലേ ഇവർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീടുണ്ടാക്കി ഈ ചിലവ് കുറഞ്ഞ വീടാണ് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസ അവർ വാങ്ങിച്ചിട്ടുണ്ടാവും. പൈസ ഒന്നും ചെയ്യില്ല. കാരണം ഈ ഒരു മനസ്സിലൊരു നന്മയുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതൊരു നന്മയില്ലാതെ പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇവനൊക്കെ ഈ ഒരു വേഷം കെട്ടുന്നത്. ഈ വേഷം കെട്ടിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ മേലനങ്ങി പണിയേണ്ട, ആകെ നാക്കുകൊണ്ട് നമുക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞ് ജീവിച്ചാൽ മതി. അങ്ങനെയാണ് ഇവനൊക്കെ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവനെ തൊഴുതുകൊണ്ടും അതുപോലെ തന്നെ ബ്രദർ എന്ന് വിളിച്ചിട്ടും അതുപോലെ ഇത് വിളിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. എന്ത് സന്ദേശമാണ് ഇവനൊക്കെ നൽകുന്നത്? എന്തെങ്കിലും ഒരു സന്ദേശം ഇവനൊക്കെ നൽകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് ഫൗണ്ടേഷൻ ആയിക്കഴിഞ്ഞാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ചാരിറ്റി ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം പിന്നെ പേണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് ആൾക്കാരൊക്കെ വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന അവന്മാരൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഏതായാലും ഈ മാരിയോ ഈ പിന്നെ ഫിലോകാലിയ ഈ ടീമിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോഴും പുറത്തു വന്നത്. ഇത്രയും നാൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖം മൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളാണെങ്കിൽ മുസ്ലിം എന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇയാളുടെ ആദ്യത്തെ പേര് സുലൈമാൻ എന്നാണെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല, സുലൈമാനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന് നല്ല മാർക്കറ്റുമാണ്. കാരണം അവിടെ എന്തെങ്കിലും പറഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ എടുത്ത് തലയിൽ വെക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് സ്ത്രീ ആണെങ്കിലും പ്രത്യേകിച്ച്, പുരുഷനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ വാചി കടിക്കാനുണ്ടായാൽ മതി, അവനെ എടുത്ത് പുറത്ത് വെക്കും. ഏതായാലും ഇവൻ നന്നാക്കി വിട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും കൂടി സൂക്ഷിച്ചോ, വല്ല വിഷവും കുത്തി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, പറഞ്ഞം വന്നിട്ട് ആ ഹൈപ്പ് ബട്ടണില്ലേ അതങ്ങ് ഞെക്കി വിട്. അത് ഞെക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റ് വിട്ട പോലെ നമ്മളെ വീഡിയോ പോവുക. നന്ദി, നമസ്കാരം. ഇനി ഇവൻ്റെ വീഡിയോ ഓടണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞെക്കാണ്ടിക്കല്ലേ. അങ്ങനെയും ചില ആൾക്കാർ ചെയ്യും. ബൈ ബൈ.